ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഞാൻ എന്തെങ്കിലും റെഡിയെല്ലാം ആയിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ കാസർഗോഡ് പള്ളിക്കര ബീച്ചിൽ ബീച്ച് ഫെസ്റ്റാണ്. അപ്പോൾ വലിയ ബീച്ച് ഫെസ്റ്റാണ് 21 തൊട്ട് 31 വരെ. അപ്പോൾ ഞാൻ അതിന് പോകുന്നതാണ്. ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ ഞാൻ ആടേക്ക് എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ പള്ളിക്കര ബീച്ചിലെത്തി. അപ്പോൾ നമ്മളിവിടെ പള്ളിക്കര ബാക്കിൽ കാർണിവലാണ് ഫെസ്റ്റ് വരുന്നത്. അപ്പോൾ നല്ല പാണ്ടാവും. അങ്ങനെ ഉള്ളിൽ കയറി ഫസ്റ്റ് ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 50 റുപ്യാണ്. അങ്ങനെ ഉള്ളിൽ ടിക്കറ്റെല്ലാം കാണിച്ചിട്ട് ഉള്ളിലെല്ലാം കയറിയിട്ട് ഫസ്റ്റ് നമ്മൾ ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ നല്ല പാങ്ങയിന് നല്ല മജയുണ്ടാടല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ ഫസ്റ്റ് എല്ലാവരും കൂടിയിട്ട് നിൽക്കുന്ന കണ്ട്. അപ്പോൾ ഉണ്ട് ഒരു നല്ല പാങ്ങുള്ള ഒരു വേഷത്തിൽ ഒരുത്തന് നല്ല ചെയ്യലുണ്ട്. പിന്നെ ഇത് പ്രതിമയൊന്നല്ല കേട്ടോ, അത് മനുഷ്യൻ തന്നെ. പിന്നെ അതിലേല് നടന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പുൾഡറെല്ലാം കുറേ ആൾക്കാർ ഇങ്ങനെ പുൾഡർ കളിക്കുന്ന ജാറുന്നതിലെല്ലാം കളിച്ചുകൊണ്ടുണ്ടായി. അത് പിന്നെ സ്റ്റേജ് അങ്ങനെ കുറേ ജനങ്ങൾ തന്നെ കാല് കുത്താൻ ഇങ്ങനെ ജാഗയില്ല, അത്രക്കും ജനങ്ങൾ തന്നെ ഉണ്ടായത്. ഫുള്ളാള് നല്ല ബ്രെയിൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു തലതെടുത്ത സൈക്കിളാണ്. ഇടത്തോട്ട് തിരിച്ചാൽ വലത്തോട്ടും തിരിച്ചാൽ ഇടത്തോട്ടും പോകുന്ന ഒരു വല്ലാത്ത ജാതി സൈക്കിളാണ്. ജസ്റ്റ് 10 മീറ്റർ ജസ്റ്റ് ഒന്ന് മാറും. പിന്നെ ഇങ്ങനെ കടപ്പുറത്തേക്കെല്ലാം ഇങ്ങനെ നടന്ന് പിന്നെ കടപ്പുറമെല്ലാം കുറേ ആളുണ്ട്. എന്നിട്ട് അവിടെ തൊട്ടിലാട്ടം തോണിയുള്ള സ്ഥലത്തായി ഇങ്ങനെ നടന്ന് എന്തോ ഒരു പൈലിയിലെല്ലാം നടക്കാൻ കുറേ ആൾക്കാരെല്ലാം ഉണ്ട്. പിന്നെ കുറേ ഫുഡ് സ്റ്റാളും ഐസ്ക്രീം സ്റ്റാളും എന്തുകൊണ്ട് പറയുമ്പോണ്ട് എന്തെല്ലാം ഉണ്ട്. പിന്നെ കുറേ ഇങ്ങനെ നമ്മളാരും കഥയിൽ ഇങ്ങനെ നടന്ന് ഓരോരാളെ നോക്കിയിട്ടെല്ലാം നല്ല മടി. പിന്നെ ഇത് വലിയ തൊട്ടിലാട്ടാണ്. ഇങ്ങനത്തെ തൊട്ടിലാട്ട അപ്പുറത്തെ റെഡ് മൂണിലുണ്ട്. റെഡ് മൂണിൻ്റെ വീഡിയോസ് തന്നെ എടുത്തിട്ട. പിന്നെ ഇതൊരു 6:45 പിന്നെ ഒട്ടകുണ്ടായിന്, കുതിര ഉണ്ടായിന്, എല്ലാം ഉണ്ടായിനിപ്പാ. പറയാണ്ട. പിന്നെ അങ്ങടെ കണ്ട കടലിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ നടക്കുന്നതെല്ലാം അതുണ്ട്. പിന്നെ സൂപ്പർ എക്സ്പ്രസ് എല്ലാം ഉണ്ട്. ട്രെയിന് ഇങ്ങനെ ഇരുന്നിട്ട് പോകുന്നത്. പിന്നെ എർണിങ്ങിൽ ഗിഫ്റ്റ് കിട്ടുന്ന സാധനം ഇതുകൊണ്ടിപ്പാ. പിന്നെ ഇതാ പുള്ളി ഇങ്ങനെ കയറി അങ്ങനെ മീത്തൊക്കെ എത്തുന്നത്. ഞാൻ കയറിയിട്ടൊന്നുമില്ല. പിന്നെ ഇതവിടെ പാട്ട്. പിന്നെ നമ്മൾ വലിയ മെയിൻ സ്റ്റേജിൻ്റെ അടുത്ത് പോയി. അപ്പം ആടെ ഫുള്ള് പാട്ടുണ്ട്. പാട്ടെല്ലാം കേൾക്കാൻ ആൾക്കാർ വന്നിട്ട് പാട്ടെന്ന് വെച്ചാൽ നല്ല പാട്ടുണ്ട്. ഇങ്ങനെ പാട്ടെല്ലാം കേൾപ്പിച്ച് തരാൻ നല്ല ഉണ്ട്. അങ്ങനെ കയറാൻ ഓരോ നമുക്ക് ഹെൽമെറ്റെല്ലാം ഇട്ടിട്ട് തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് കയറി ഇങ്ങനെ മീത്തൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ ഇല്ലേ താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഇല്ല പേടിയായിട്ട് ഇങ്ങനെ മീത്തിയാണ് ഇങ്ങനെ മെല്ലെ കൊണ്ടുപോകുന്നത്. അത്രക്കും പേടിയാണ് താഴേക്കെല്ലാം നോക്കുമ്പോൾ. താഴേക്ക് വീഴുന്ന പോലെ അല്ലാന്ന്. അല്ലാ എൻ്റെ ഉസിരെല്ലാം വരച്ചോ ഇനി അതതിൽ കയറിയെങ്കിലേ തിരിയും. പിന്നെ ഇങ്ങനെ കുറച്ച് സമയമാണ് നിൽക്കും. പെട്ടെന്നായിരിക്കും പൂന്നെറിഞ്ഞിട്ട് പോകുന്നത്. പോയിട്ട് പോക്കന്നെ കേട്ടോ അതുള്ളത്. അതിൽ ഒരാൾക്ക് കയറാൻ 200 റുപ്യാണ് അവിടെ, രണ്ടാൾക്ക് വരുന്നത് 400 റുപ്യ. അപ്പോൾ
എന്നിട്ട് ഇതാ ഇങ്ങനെ കണ്ട. പിന്നെ അത് മീത്തേക്ക് പോയിട്ട് താഴേക്ക് വരുമ്പോൾക്ക് കഴിഞ്ഞ അത്ര തന്നെ, ഒരു റൗണ്ട് തന്നെ. പിന്നെ അത്രയെല്ലാം പേടിയൊന്നുമില്ല. അല്ലാ മീത്തൊക്കെ പോകുമ്പോ നുസിറ് പറക്കുന്ന തന്നെ. അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്ക്, ഷെയർ ആക്ക്, കമൻ്റ് ആക്ക്, സബ്സ്ക്രൈബ് ആക്കുക. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.